Hello guys, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. ബുണ്ട് സോഡ എന്ന് പറയും. നമ്മളുടെ സോഡ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നാരങ്ങയുണ്ട്, മുളകല്ല നമ്മൾ കാന്താരിട്ട് നാടൻ നമ്മളിപ്പോൾ പറിച്ചെടുത്തതേ ഉള്ളൂ. ഇഞ്ചി നമുക്ക് ഇത്ര ചെടി കാണിച്ചു തരാം ലൈവായിട്ട്. അത് നമുക്ക് പിന്നെ വീഡിയോ ഇടാം. നല്ല ഒന്നാന്തര ഇഞ്ചിയാട്ടെ, ഇത്ര മതി. അധികം നമ്മൾ ഇഞ്ചി എടുക്കും. ഇപ്പൊ ലൈവായിട്ട് ബാക്കി സംഭവങ്ങൾ. അപ്പൊ നമ്മൾ ഇതെടുത്ത് ഇതൊന്ന് കഴുകി തരാം. ഇത് നമ്മള് ഇത് വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല നെട്ടെടുക്കണം. ഇത്തിരി പരിപാടി കേട്ടോ. നെറ്റ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കൊച്ചു ഞാനും കൂടി കേട്ടോ. ഇതിങ്ങനെ പൊടിച്ച് ഇതിനകത്ത് ഇങ്ങനെ മാറ്റി വെക്കണം. നെറ്റ് പുറത്തിട്ടാ നല്ല രീതിക്ക് എരിവുണ്ടാവുന്നൊക്കെയാണ്. ഞാൻ കുടിച്ചിട്ടുണ്ട്, ഇവരെ കുടിച്ചിട്ടില്ല. കുടിച്ചിട്ടുണ്ടോ? ഇല്ല. കുടിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ഗൈസ്. അപ്പം എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാരങ്ങ നമുക്കൊന്ന് വേറെ കഴുകി വെക്കണം. എടുത്തേക്ക്. നമ്മൾ അരകല്ലിൻ്റെ അടുത്തോട്ട് പോവാം. അരകല്ല് അമ്മച്ചീന്ന് പറയും. അപ്പോൾ അരകല്ല് അമ്മച്ചീൻ്റെ അടിക്കാൻ പോകുമ്പോൾ ഒരു സ്പൂൺ വേണം. കത്തി എടുത്തേക്കാം. കത്തിയെങ്കിൽ കത്തി മതി. കത്തി കുത്തിട്ട് കയറാം. ഇത് കഴുകാൻ പോണേന് അരകല്ലി. ഇതാണ് നമ്മുടെ അരകല്ല് അമ്മച്ചി. തേച്ച് കഴുകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവുണ്ടാവും, അല്ല മറ്റേ ഇതുണ്ടാവും, ചോവയുണ്ടാവും. നേരത്തെ അരച്ച് പിന്നെ നമ്മളെ കുഞ്ഞിനെ അരകല്ല് അമ്മച്ചീനെ നമ്മുടെ നാരങ്ങ ജസ്റ്റ് കഴിയും. ഈ അരകല്ല് കുഞ്ഞിനെ കഴിക്കും. അരകല്ലിൻ്റെ കുഞ്ഞാണ് ജസ്റ്റ് നന്നായിട്ട് കഴുകി കുളിപ്പിച്ചെടുക്കുന്നുണ്ട് മാറ്റിന. പിന്നെ നമ്മൾ ഈ കത്തിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ അവിടെ ഇരുന്നോളും. പിന്നെ നമുക്കിത് അരക്കാൻ നേരത്തെ നിങ്ങൾ പറയണം ഇതിനകത്ത് വെള്ളം വരാൻ പാടില്ല. അതാണ്. പിന്നെ ഇത് കണ്ട ഈ വെള്ളം ഇങ്ങനെ ഈ കത്തി ഉണ്ടല്ലോ നമുക്ക് മാറ്റി വെച്ചേക്കും. കാരണം ഇച്ചിരി ഷാർപ്നെസ് കൂടുതലാണ്. ഇവിടെ ഇടാം മതി. ഒന്ന് ആദ്യം ചേരും കൊടുപ്പേ. ഇഞ്ചി കിട്ടും. ഗാസ് ഇപ്പൊ പോയാൻ. അപ്പൊ ഗാസ് ഇത് ഇതൊക്കെ ഇടുന്നുണ്ട്. ഇഞ്ചി ഇട്ട് ആദ്യമേ നമ്മളിതേ എല്ലാവരും വിചാരിച്ച് ഇങ്ങനെ അരക്കാനായിരിക്കും. പക്ഷെ അങ്ങനെയല്ലേ, മറ്റേ ഇങ്ങനെ കണ്ണടച്ചു പിടിച്ചാൽ കണ്ണിതറിയും. അടിച്ചടിച്ചാണ് ഗാസ് അരക്കണം. അപ്പോൾ അടിച്ചടിച്ചരക്കണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് അരയും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ അരക്കാം നീ കിട്ടും. എടാ ഇതൊക്കെ ശരിക്കും അരക്ക് അരക്കണം. ഇപ്പൊ ഫസ്റ്റ് ലെവറാ കഴിഞ്ഞിട്ടുള്ളൂ. മാറും കൂട്ടിക്കണം. ഈ കുഞ്ഞിൻ്റെ മുഖത്ത് ഇത്തിരി നീ കൂട്ടത്തോടെ അരച്ച ഇനിയിപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു തേപ്പുണ്ട്. ആ തേപ്പിലാണ് നമ്മുടെ ഈ എരിവും ഇഞ്ചിൻ്റെ ചവയും കൂടെ എല്ലാം കൂടെ ഇട്ടത്. ഇതുകൊണ്ട ഈ സാധനത്തിൽ ഓക്കെ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെവറും കഴിഞ്ഞിട്ടൊരു തേർഡ് ലെവർ ആട്ടെ ഇങ്ങനെ ഇരിക്കണം. അത് കൊച്ചോട്ടാണ് ഇത് ഇടിച്ചാൽ വെള്ളമാകും. ഈ വെള്ളം മതി. വെള്ളം കളയാം. വെള്ളം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ആ പാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കാൻ നേരത്തൊരു കരമുണ്ട്. ഇല്ലടാ എല്ലാം കൈ കഴിയണം. അത് കുഴപ്പമില്ല. എന്നാലും നമ്മൾ എല്ലാം ഇതുണ്ട്. ഇനി ഇത് നമ്മൾ ഇങ്ങനെ വരയും സിമ്പിൾ. ഇതൊന്ന് കഴുകിക്കണം. സെക്കൻഡ് കഴിക്കണം. ഞാൻ കഴിക്കണം. നാരങ്ങ നമുക്കിപ്പോൾ വേണ്ട. നമ്മൾ വെറുതെ ട്രൈ ആട്ടോ. നശിപ്പിച്ച് നമ്മളിപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ചേര് വേണ്ടത്. നമ്മുടെ ആദ്യം തന്നെ നമുക്ക് ഈ ഇത് കണ്ട നാരങ്ങനെ നമുക്ക് നാരങ്ങനെ ഒന്ന് വെട്ടിക്കൊല്ലാം. മലയും താഴെ കൊച്ചുകൂടി ഭ്രാന്തായതുകൊണ്ടും നമുക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ മിനിമം എടുക്കാവുള്ളൂ. അധികം ഇതാവരുത്. ഒരു ഗ്ലാസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ പകുതി വെച്ചാൽ മതി. ഇങ്ങോട്ടൊരു സേഫ്റ്റി മസ്റ്റ്. ഞാൻ പിടിക്കാം. നമ്മൾ കുറച്ചുകൂടി എഫക്റ്റീവ് ഉണ്ടാകാൻ നീ പിടിക്കാൻ നേരത്ത് ചെയ്തരിക്കും. പിയറില്ല. ആ
നാരങ്ങ വേണ്ട ഒരു കൈ വെക്ക്. എനിക്ക് വേണം. എനിക്ക് വേണം നാരങ്ങ. നാരങ്ങ വേണം. വേണമെങ്കിൽ ഇട്ടാൽ മാറി ഒരളവുണ്ട് അതിനൊക്കെ. എനിക്കറിയാം. ഈ കാണുന്നത് ഒരു നമ്മളന്ന് കുറച്ച് മുമ്പ് അരച്ച മുളകില്ല, അതാണ് മച്ചുവനാണ് ചാറാട്ടാണ് ഇപ്പൊ നമ്മുടെ സ്പെഷ്യൽ. അതിനൊക്കെ വേറെ ഉണ്ടോ അറിയാം. ഇതെന്തൊരു കത്തി, ഇതൊന്ന് കഴിയിക്ക്. എന്തിനാണോ കത്തി? അതൊക്കെ എങ്ങനെ വെട്ടിക്കൊല്ലണം. സ്പൂൺ വേണ്ട. ഞാൻ പറഞ്ഞില്ലേ നാരങ്ങനെ വെട്ടിക്കൊല്ലാനുള്ള പരിപാടിയാണ് ഈ കാണിക്കുന്നത്. പാവം നാരങ്ങ. അത് നാരങ്ങയില്ലാത്തോണ്ട് നമുക്ക് വെറുതെ മിക്സ് ചെയ്താൽ മതി. യെസ്, പാവം നാരങ്ങ കേട്ടോ. ആദ്യം പിഴിഞ്ഞ് അതിൻ്റെ അടുത്ത് കുത്തുകയും ചെയ്തു. അതെന്നാ വിളിച്ചത്? ഞാൻ ഒഴിക്കട്ടെ എടാ പ്ലീസ്. ഞാൻ ഒഴിക്കാം. ഞാൻ മേടിച്ചു. നിറഞ്ഞു വരാൻ നല്ല രസമാണ്. ഇച്ചിരി കൂടി വേണം. എല്ലാത്തിനും അത്ര വെച്ചോ. ചോള തീർന്നാലും കുഴപ്പമില്ല. എന്റെ പുണ്യ എനിക്ക് ഒന്നുമില്ല. ഉപ്പെടുത്തേ ഗുളുഗുളു തിളങ്ങുന്ന ഉപ്പ് അത്രയൊന്നും വേണ്ട കേട്ടോ. ഉപ്പ് വെച്ച് ചാകാനാണ് അവർക്ക്. മതിയും അത് കുഴപ്പമില്ല. അധികം ഇട്ടില്ല. ഇതിനകത്ത് നമ്മള് സോഡ ഒഴിച്ച് മാറി. എന്താന്നറിയില്ല. അതെന്റെയാണ്. കണ്ണും കുറ്റം കടിച്ചോ. ഉപ്പ് പോരാ. അതാണ് എന്റെ പവർ. ഗൈസ് നല്ല രീതിയിൽ കടിക്കണം. നല്ല സുഖമുണ്ട്. എന്റെ പകുതിയും മുക്കാലും താഴെ പോയി. അടിച്ചോ. അവസാനിപ്പിക്കാം. മസ്റ്റ് ട്രൈ ആട്ടോ. വീട്ടിൽ ട്രൈ. പേപ്പർ ബൈ.